നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു ലോറിയുടെ പിൻഭാഗം എന്ന് സൂചിപ്പിക്കുന്ന അതെ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന അതിന് സമാനമായ അതേ ഒരു നീക്കം തന്നെ വീണ്ടും നടക്കാൻ പോകുന്നു. ആ ട്രെയിനിന്റെ കൈ വീണ്ടും മൂവ് ചെയ്യുന്നു. അതെ, മൂവ് ചെയ്ത് പോകുന്നു. നേരത്തെ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇത്. കാരണം മാൽപേ ആ കുരുക്കുമായി താഴേക്ക് പോകുന്നു. വാഹനഭാഗം ലോക്ക് ചെയ്യുന്നു. അത് പിന്നീട് ഉയർത്താനുള്ള നിർദ്ദേശം നൽകുന്നു. ഉയർത്തിയെടുക്കുന്നു. അത് കരയിലേക്ക് മാറ്റിവെക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇനി ഇത്തരത്തിലും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു നീക്കവും. പക്ഷെ നേരത്തെ ചെറിയൊരു വാഹനഭാഗം എന്ന് പറഞ്ഞ് വെച്ചെങ്കിലും ഈ എത്രത്തോളം വാഹനങ്ങൾ ഈ ഒരു അപകടത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യത കിട്ടാത്തതായിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ധാബയുണ്ടായിരുന്നു. വഴിയോരങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ ഒരു സഹായമായിരുന്നു. അപ്പോൾ അവിടെ ഇതിലൂടെ പോയിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം കുരുക്ക് പതിയെ വാഹനത്തിലേക്ക് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈശ്വർ മാൽപേ പതിയെ അതിന് അടുത്തേക്ക് നീങ്ങുന്നു. ഇപ്പോൾ SDRF-ന്റെ ഡെങ്കി ബോട്ടിന് തൊട്ടടുക്കിലായി നമുക്ക് ഈശ്വർ മാൽപേയെ കാണാം. ഈശ്വർ മാൽപേ അത് ആ ഒരു ക്രെയിനിന്റെ ആ ഒരു ലോക്ക് അല്പം മുൻപിലേക്ക് നീക്കാൻ വേണ്ടി അവർക്ക് ഡ്രഡ്ജറിലുള്ള ആളുകൾക്ക് ഡ്രഡ്ജറിന്റെ ഓപ്പറേറ്റർക്ക് നിർദ്ദേശം നൽകുന്നു. ആദ്യം മുങ്ങി അദ്ദേഹം എത്തി ലൊക്കേറ്റ് ചെയ്ത ആ സ്ഥലത്തേക്ക് അദ്ദേഹം കയറുകൊണ്ട് തന്നെ കെട്ടി ആ വാഹനത്തിന്റെ അവശേഷിച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ പോകാനുള്ള നീക്കമാണ് നടത്തുന്നത്. നേരത്തെ വാഹനം മുങ്ങിയെടുത്ത് അതിന് അതേ സമാനമായ രീതിയിൽ വാഹനം കൊളുത്തിയെടുക്കാനുള്ള കുരുക്കുമായിട്ട് ബിജു, പക്ഷെ നേരത്തെ നടത്തിയ ആ ഒരു നീക്കത്തിന് ചെറിയ വ്യത്യസ്തതയുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ SDRF സംഘവും കൂടി ഇത്തരത്തിൽ മാൽപേക്കൊപ്പം എത്തുന്നു എന്നുള്ള കാര്യമുണ്ട്. എന്തായാലും മാൽപേ കേന്ദ്രീകരിച്ച് അതെ, മാൽപേ കേന്ദ്രീകരിച്ച് ഡ്രഡ്ജർ എത്തിയെങ്കിലും ഇപ്പോൾ മാൽപേയാണ് താരം പറയാം. കാരണം അതെ, മത്സ്യത്തൊഴിലാളികൾ 2018 പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണോ കേരളത്തിന്റെ ഹീറോസ് ആയി മാറിയത് എന്നപോലെ തന്നെ ഷിരൂരിൽ ഒരു ദുരന്തം നടന്ന സമയത്ത് വലിയ തോതിൽ ഒരു ജനങ്ങൾക്ക് ആശ്വാസമായി ഉണ്ടായത് ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എന്നത് തികച്ചും ഒരു യാദർച്ഛികത തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ. ഇപ്പോൾ ഈശ്വർ മാൽപേ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നു. സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും അനുമതി ഒരു കാര്യം കൂടെ പറയേണ്ടത്, മാൽപേ ഇന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഡ്രഡ്ജറിമായിട്ട് ഇതിലിങ്ങനെ വലിയ പുരോഗതിയൊന്നുമില്ലാതെ ഈ 3 ദിവസം ഉച്ചയോടുകൂടി കണ്ടിരുന്നു. കാരണം വെസൽ ബോട്ടിൽ മണൽ നിറച്ച് പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആ ഒരു മണൽക്കൂനയ്ക്ക് അപ്പുറത്തേക്ക് പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹാൾട്ട് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് അതിനുശേഷം മണിക്കൂറുകളോളം ഒന്നും ഒരു പ്രവർത്തനം നടന്നില്ല. വീണ്ടും ഈശ്വർ മാൽപേ വരുന്നു. ഈശ്വർ മാൽപേ ലൊക്കേറ്റ് ചെയ്യുന്നു. ഉച്ചയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു തിരച്ചിലിന്റെ ഒരു രൂപം തന്നെ പൂർണ്ണമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈശ്വർ മാൽപേയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത്. എന്നാലും 2 പ്രധാന വാഹനങ്ങൾ ആദ്യത്തെ മുങ്ങിയാണ്. ഇതെങ്കിലും ആ ബെൻസ് ആയിരുന്നെങ്കിൽ എന്ന് അല്ലേ പ്രത്യാശിക്കായിരുന്നു. കാരണം വളരെ വിഷമത്തോടുകൂടി ഈ അർജുന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ പ്രതീക്ഷ അങ്ങനെ അസ്ഥാനത്തായി പോകാതിരിക്കട്ടെ. ഈ പൊങ്ങി വരുന്നത് ആ ബെൻസിന്റെ ഒരവശിഷ്ടമായി വരട്ടെ എന്ന് പ്രത്യാശിക്കാം. അല്ലെങ്കിൽ ഈ ദിവസവും അവർക്ക് ദുഃഖത്തിൻ്റെതാകും. വീണ്ടും അടുത്ത ഉദ്യമവുമായി ഈശ്വർ മാൽപേ ആഴങ്ങളിലേക്ക് ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക്. അതെ, ഗംഗാവലി തുംഗഭദ്ര നദിയിൽ ഇത്തരത്തിലൊരു അപകടം നടന്ന സമയത്തും നമ്മൾ ഈശ്വർ മാൽപേ കണ്ടു. അവിടെ ജനങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസം നൽകി. ഒട്ടേറെ കാണാതായ ആളുകളുടെ മൃതദേഹങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അർജുന്റെ കുടുംബത്തിന് ഞാനൊരു വാക്ക് നൽകിയിരുന്നു. അത് എനിക്ക് നിറവേറ്റണം. ആ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണെന്ന് ഈശ്വർ മാൽപേ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു സംഭവത്തെ ഇവിടെ നടക്കുന്ന തിരച്ചിലിനെ ഈശ്വർ മാൽപേ പോലും വൈകാരികമായി കാണുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും എത്ര പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ തന്നെ തട്ടി തെറിപ്പിച്ചുകൊണ്ട് ഈശ്വർ മാൽപേ എന്തിനും തയ്യാറായിക്കൊണ്ട് പുഴയിലേക്ക് ഇറങ്ങുന്നത്. പലപ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ പോലും അനുമതി കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലാ ഭരണകൂടം പോലും ചെറിയ തോതിൽ ഈശ്വർ മാൽപേക്ക് മുൻപിൽ മുട്ടുമടക്കി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതെ, ഇപ്പോൾ നമുക്ക് കാണാം ചെറിയ തോതിൽ ആ ഒരു നീക്കം നമുക്ക് ക്രെയിനിലെ ആ ഒരു വടത്തിൽ ആ ഒരു ഇരുമ്പിന്റെ വടത്തിൽ നമുക്ക് ചെറിയ തോതിലുള്ള ചെറിയൊരു അനക്കം കാണാൻ സാധിക്കും. അപ്പോൾ ഈ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു വാഹന ഭാഗമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഭാരത് ബെൻസിന്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ നമുക്ക് വാഹനം ചിലപ്പോൾ വിഘടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ വാഹന ഭാഗം കണ്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു സാധ്യത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേ അത് വാഹനത്തിന്റെ ഗിയർ ബോക്സോ അല്ലെങ്കിൽ മറ്റ് സമാനമായ സ്വഭാവമുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാകും. മാത്രമല്ല നേരത്തെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. കാരണം ഇന്ധനത്തിന്റെ സാന്നിധ്യം
രണ്ടാം ഘട്ടത്തിന്റെ സമയത്ത് പുഴയിൽ നീരൊഴുക്ക് വളരെയധികം കുറഞ്ഞ സമയത്ത് കൃത്യമായി തെളിഞ്ഞു കണ്ടിരുന്ന ഒരു ഭാഗം കൂടിയാണ് ആ ഭാഗം. അപ്പോൾ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. പിന്നെ നേരത്തെ ടാങ്കറിന്റെ ഡോർ അടക്കമുള്ള വസ്തുക്കൾ, ബമ്പറിന്റെ ഒരു ഭാഗമൊക്കെ തന്നെ പറ്റിയ സ്ഥാനമാണിത്. പക്ഷെ മറ്റൊരു കാര്യം കൂടി, ഈ ഒരു പ്രദേശം നേവിയുടെ മാർക്കിംഗ് പോയിന്റുകളിൽ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം കൂടെ. നേവി മാർക്ക് ചെയ്ത പോയിന്റുകളിൽ നിന്നൊന്നും തന്നെയല്ല ഇന്ന് 2 വാഹന ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. അതൊരു പക്ഷേ ചിലപ്പോൾ പുഴയിലെ ഒഴുക്കിനനുസരിച്ച് ചെറിയ തോതിൽ വാഹന ഭാഗങ്ങൾ നീങ്ങി വന്നതാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് നേവി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ തന്നെ ഉപയോഗിച്ചായിരുന്നു പലയിടങ്ങളിൽ മാർഗം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ പുഴയിലെ ഒഴുക്കിനനുസരിച്ച് ചിലപ്പോൾ അല്ലെങ്കിൽ മണൽക്കൂനകൾ രൂപപ്പെടുന്നതിനനുസരിച്ച് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വാഹന ഭാഗങ്ങൾ മാറിയ അതിനുള്ള സാധ്യതയുണ്ട്. ശരിയാണത്. ക്രെയിൻ അങ്ങനെ വലിഞ്ഞു നിൽക്കുന്നുണ്ട്. മാൽപ്പെ ആ വാഹനത്തിൽ കൊളുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി നിമിഷങ്ങളുടെ ശരിയാകാമായിരുന്നു അല്ലേ? ബെൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ ശരാശരി എല്ലാ മലയാളികളെയും വെളുത്തിൽ നമ്മളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. വാഹനമെങ്കിലും കണ്ടെത്തി അർജുന്റെ സഹോദരി ഇവിടെയുണ്ട്. ഇനി അർജുന്റെ ബന്ധുമിത്രാദികളൊക്കെ തന്നെ ഇവിടെ എത്താൻ അവർ ഏറെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് അർജുൻ അവസാനമായി ചിലവിട്ട ആ ഒരു സ്ഥലം കാണണമെന്ന് അവർക്ക് വൈകാരികമായി അവർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള അർജുന്റെ സഹോദരി 5 അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നത് ഇത് ഒരുപക്ഷെ ഭാരത് ബെൻസിന്റെ ഒരു വാഹന ഭാഗമായിരിക്കണേ എന്നായിരിക്കും. അത് എല്ലാ മലയാളികളും, ഈ വാർത്ത കാണുന്ന എല്ലാ മലയാളികളും അതുപോലെ തന്നെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കും ആഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മളും അർജുന്റെ കുടുംബത്തിന് ഈ ലോകം വലിയുന്നുണ്ട്. അതായത് കണ്ടോ, ആ കയർ വലിയുന്നുണ്ട്. സാഗൂതം അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് SDRF സംഘാംഗങ്ങൾ. അതുപോലെ തന്നെ 2 MLA മാർ കൃത്യമായി, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു ഡ്രെഡ്ജർ പോലൊരു സംവിധാനത്തിൽ ഇവിടെ ഷിരൂരിൽ അപകടം നടന്നതിന് ശേഷം പുഴയിലൂടെ എത്തി അത് നേരിട്ട് നിരീക്ഷിക്കുന്ന ജനപ്രതിനിധികൾ, അതും 2 സംസ്ഥാനത്തിന്റെ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന സമയത്ത് അതൊരു ചില്ലറ കാര്യമല്ല അല്ലേ? ക്രെയിന് താഴേക്ക് വലിക്കാനുള്ള ഒരു നീക്കം നടക്കുകയാണ്. അത് ഇപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്ന മൽപ്പെ പൊങ്ങി വന്നിട്ടില്ല. മൽപ്പെ വന്നാലാണ് അത് സാധാരണ പൊക്കുന്നത്. മൽപ്പെ ഇനിയൊരു വാഹനത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കൊടുത്തിരിക്കുകയായിരിക്കും. അത് ക്രെയിൻ പൊക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതാ ക്രെയിൻ പതിയെ പൊക്കാനായിട്ട് പതിയെ ക്രെയിൻ പൊക്കുകയാണ്. ഇനി കാത്തിരിപ്പ് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. ഇനി ഈശ്വർ മാൽപ്പെ വരുന്നു. ഈശ്വർ മാൽപ്പെ ഉയർന്നു വന്നു കഴിഞ്ഞു. ഇനി ഒരു കൈ കൊണ്ടുള്ള ഒരു ആംഗ്യത്തിനുള്ള ഒരു കാത്തിരിപ്പാണ്. അതെ, ഉയർത്തിക്കോളൂ എന്ന് പറയാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമേ. അതെ, അദ്ദേഹം കൈകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇനിയിപ്പോൾ ഉടനടി തന്നെ ട്രെയിനിന്റെ ആ ഒരു പ്രതീക്ഷയുടെ നിമിഷങ്ങളാണ്. പ്രതീക്ഷയുടെ നിമിഷങ്ങൾ അല്ലേ? പ്രതീക്ഷയുടെ ആകാംക്ഷയുടെ നിമിഷമാണെന്ന് തന്നെ പറയാം. അതായത് ആ ക്രെയിൻ ബൊക്കെയാണ് ദിവീഷ്. എല്ലാ മലയാളികളും പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഇത് അർജുന്റെ ലോറിയായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവുകയാണ്. അതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ക്രെയിനിൽ നിന്ന് നല്ല രീതിയിൽ ആ ഒരു എന്തോ ഒരു വസ്തു, ഏറെ ഭാരമുള്ള ഒരു വസ്തു ഉയർത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈശ്വർ മാൽപ്പെ കരയോട് ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ SDRF സംഘം അവിടെ കൃത്യമായ ആ ഒരു സാധനം ടാർഗറ്റ് ചെയ്ത് അത് ലോക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് മാറുന്ന കാഴ്ച നമുക്ക് കാണാം. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവിടെ പുഴയ്ക്കരികിൽ ഈശ്വർ മാൽപ്പെ കണ്ടെത്തിയ വാഹനത്തിന്റെ ഭാഗം എന്താണെന്നതിൽ ഒരു വ്യക്തതയുണ്ടാവും. നമ്മളെ സംബന്ധിച്ചത് ഏറെ പ്രതീക്ഷ നമ്മൾ അർപ്പിക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഒരു പക്ഷേ അത് ഭാരത് ബെൻസ് ട്രക്കിന്റെ അർജുൻ സഞ്ചരിച്ച മാൽപ്പയും വളരെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് കേട്ടോ. അതെ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ദിവസം ജീവൻ പണയം വെച്ചിട്ടുള്ള ശ്രമത്തിന് ഒരു റിസൾട്ട് കൂടി ഉണ്ടാകുന്നു. അതെ, ഒരു ദിവസത്തെ എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ, ഒന്നാമത്തെ ഘട്ടത്തിൽ തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ട് പോകുന്നൊരവസ്ഥ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വലിയ ജീവൻ പോലും പണയം വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള, അല്ലാതെ കയറുകൾ ഉലയുന്നുണ്ടല്ലോ ബിജു, അത്രയേറെ ഭാരമേറിയ എന്തെങ്കിലും ആണോ അതോ? പലപ്പോഴും വീണ്ടും അദ്ദേഹം മുങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. വീണ്ടും അങ്ങോട്ടേക്ക്. അതെ, എന്നതൊരു ഭാരമുള്ള വസ്തു എന്നുള്ള നിലയിൽ കാണാം. അങ്ങോട്ടേക്ക് ഈശ്വർ മാൽപ്പെ ചെല്ലുന്നുണ്ട്. ഗംഗാവലിപ്പുഴയിൽ അർജുന്റെ വാഹനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. സമയം ഇനി
മുക്കാൽ മണിക്കൂറുകളോളം മാത്രമാണ് കഷ്ടി അവശേഷിക്കുന്ന 6 മണി വരെ മാത്രമാണ് ഡ്രഡ്ജറിന് അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ളത്. നേരത്തെ ഫ്രണ്ട് വീലും ആക്സിലുമാണ് കണ്ടെത്തിയത്. പക്ഷെ അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു. അതിന് മിനിറ്റുകൾക്കിപ്പുറം തന്നെ കുറച്ച് മീറ്ററുകൾക്ക് ഇപ്പുറത്തേക്ക് ഈശ്വർ മാൽപേ നീങ്ങുകയും ഈ ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് കയറുകളിട്ട് ഈ ക്രെയിനിൽ ഉടക്കി. പക്ഷേ അത് ഉയർത്താനുള്ള ഒരു ശ്രമത്തിനിടെ വല്ലാതെ ഈ കേബിളുകൾ ഉലയുന്നുണ്ടായിരുന്നു. വീണ്ടും ഈശ്വർ മാൽപേ അങ്ങോട്ടേക്ക് എത്തി മുങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ഈ ബന്ധിപ്പിച്ചതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായതാകാം എന്ന് കരുതുന്നു. എന്തായാലും അർജുൻ്റെ വാഹനത്തിൻ്റെതായ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണോ കണ്ടെത്താൻ കഴിയുന്ന എന്നൊരു ആകാംക്ഷ തീർച്ചയായും എല്ലാവർക്കുമുണ്ട്. അർജുൻ്റെ സഹോദരിയൊക്കെ നേരത്തെ അവിടെ എത്തുകയും ചെയ്തതാണ്. അവർക്കൊരു ആശ്വാസമായി തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൻ്റെ ഒരു തെളിവെന്ന നിലയ്ക്ക് ആശ്വാസമായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടെയാണ് അവർ ബന്ധുക്കളുമൊക്കെ അവിടെ തങ്ങുന്നത്. ഈ ഉടമയും എല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിന്നുള്ള ജനപ്രതിനിധികളടക്കം അവിടെയുണ്ട്. പക്ഷേ നേരത്തെ കണ്ടെത്തിയത് അർജുൻ്റെ വാഹനത്തിൻ്റെ അല്ല എന്ന് സ്ഥിരീകരിച്ചപ്പോൾ ഒരു അല്പം നിരാശ സ്വാഭാവികമായിട്ടും ഉണ്ടായി. പക്ഷേ വീണ്ടും ആ തെരച്ചിൽ ദൗത്യം അത് മുന്നോട്ട് പോവുക തന്നെയാണ്. ഇത്രയേറെ ദിവസങ്ങൾ നീണ്ടുന്ന ഒരു ദൗത്യം ഒരുപക്ഷെ ഈശ്വർ മാൽപേ ഉയർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീണ്ടും അദ്ദേഹം താഴെ കേബിളുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടാകാം, നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നു.